ഹായ് ഗൈസ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ പറഞ്ഞ നമ്മൾ ലെസ് പ്ലസ് സീരീസ് എപ്പിസോഡ് 6 ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ ഗൈസ്, നമ്മൾ ലെസ് പ്ലസ് സീരീസ് എപ്പിസോഡ് 6 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ലോഡായിട്ട് ഞാൻ പറയാം. അല്ലേ വേണ്ട പറഞ്ഞേക്കല്ലേ, അല്ലേ വേണ്ട വേറെ കാര്യങ്ങൾ പറയാം ഗൈസ്. നമ്മൾ ഇന്ന് മൈനിങ്ങിനും കാര്യങ്ങളാണ് പോയത്. നമുക്ക് നമ്മൾ ഷുഗർ കെയിൻ തപ്പാൻ പോയപ്പോഴത്തേക്കും നമുക്കൊരു വില്ലേജും കാര്യങ്ങളൊക്കെ കിട്ടി. കഴിഞ്ഞ വീട് ഞാൻ ഇട്ടായിരുന്നു. എൻ്റെ പൊന്നളിയ ഗൈസ്, ഞാൻ ചെറിയൊരു വീടും കാര്യങ്ങളും വെച്ച് കൊള്ളാം ഗൈസ്. നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോഴേ നമ്മൾ ഉറങ്ങി ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളും. വലിയതായിട്ട് പണിയൊന്നുമില്ല ഗൈസ്. നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മൈനിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അനീത്തിയെ കൊണ്ട് തോറ്റ് ഭയങ്കര അലപ്പറയാണ് അവൾ. വെള്ളത്തിനടി വല്ല ഒയണം കാര്യങ്ങളും ഉണ്ടോ? ഒരു മാങ്ങാണ്ടിയില്ല. കൊള്ളാം. എൻ്റെ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അതുണ്ടായി. ഓക്കെ ഗൈസ്, വാട്ടർ ബക്കറ്റിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. ഞാനിപ്പോഴും മൈൻക്രാഫ്റ്റ് വലിയ പ്രോയും കാര്യങ്ങളും അല്ല, പക്ഷേ എൻ്റെ വിചാരം ഞാൻ പ്രോയാന്നാണ് ഗൈസ്. നമുക്ക് നമ്മുടെ ഒരു ആക്സ് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നമ്മുടെ മറ്റേ വീടെന്ന് പറഞ്ഞാൽ മറ്റേ വീട് ഗൈസ്. നമുക്ക് നമ്മുടെ ഇത് മറ്റേ വീട്ടിലും അടുത്ത് പിന്നെ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചിരുന്നു ഗൈസ്. നമുക്ക് മറ്റേ വീട്ടിലും കാര്യങ്ങളൊന്നും പോകണം. നമ്മൾ ആദ്യം പണിഞ്ഞ വീട്ടിലും കാര്യങ്ങളും. ഇവിടെ വല്ല കേവോ കുണ്ടും കുഴിയോ വല്ലതും ഉണ്ടോ? ഉണ്ട് ഗൈസ്. കേവ് ഉണ്ട്. ചാവാതെ താഴോട്ട് ഇറങ്ങാം ഗൈസ്. നമുക്ക് ഫുഡ് കാര്യങ്ങളില്ല. 6, 4, 10 ഇതേ ഉള്ളു ഗൈസ്. എൻ്റെ അളിയാ, എടാ ഇതൊരു അമുട്ടൻ കേവാണല്ലോ ഗൈസ്. ഞാൻ ദൈവമേ, ഇവിടെ വീണ് കഴിഞ്ഞ് ചത്തുപോയി കഴിഞ്ഞാൽ എനിക്കിനി വയ്യ ഗൈസ് വരാൻ ഗൈസ്. ഞാനൊരു പ്രോയായതുകൊണ്ട് ഞാൻ അവിടുന്ന് വെള്ളം വെച്ചു. ഇനി താഴെ പോയി ലാൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പ്രോയാന്ന്. നിങ്ങളാരും വിശ്വസിച്ച് ഇത് കാടന്മാരാണ് ഗൈസ്. ഇവന്മാരെല്ലാം എൻ്റെ ലാപ്പീസാ. അല്ല, ഇതിനെന്നാ പറയുന്നത്? അയ്യോ ഇതിൻ്റെ പേരെന്നായിരുന്നു? ഇതിൻ്റെ പേരെന്നാ? ഇതെന്തോ ഒരു സാധനമാണ്. കാട്ടിയായിട്ട് നമുക്ക് ഇതിനെ കൊല്ലാം ഗൈസ്. എടാ ഇത് കുറേ ഉണ്ടോ? ഇത് കുറേ ഉണ്ട്. ചാടാൻ പറ്റുന്നില്ലല്ലോ. ഷീൽഡില്ല ഗൈസ്. നമുക്ക് അയൺ കാര്യങ്ങളും വേണം. അയൺ നമ്മൾ 3 അയൺ കിട്ടി. നമ്മൾ 4 അയൺ കിട്ടി ഗൈസ്. 4 അയൺ കിട്ടി. ഒരെണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ. ബാക്കിക്കല്ല ഞാൻ ബക്കറ്റും കാര്യങ്ങളും ഉണ്ടാക്കി ഗൈസ്. താഴെയാണെങ്കിൽ കുറേ നീതികൃത കൃത്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ്. നമുക്ക് താട്ടിറങ്ങേണ്ട. കുറച്ച് താട്ടിറങ്ങാം ഗൈസ്. ഇത് മറ്റേ സ്ഥലമല്ലേ ഗൈസ്? എനിക്ക് തോന്നുന്നത് താഴോട്ട് ഒത്തിരി പോകുന്നത് അത്രയും ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ താഴോട്ട് തന്നെ പോകണം. ഇവിടെ പട്ടി മനുഷ്യനെ കൊല്ലാൻ വന്നി. അപ്പോൾ ഞാൻ മൂലക്കൂടെ പൊക്കണം. നിന്നൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. പൊക്കമല്ല, വെട്ടി ഞാൻ നിൻ്റെ തലക്കിട്ട് കിട്ടും. ഈ വെട്ടി നീ ചവിട പട്ടി. താട്ടിയിടം ഗൈസ്. ഒന്നും നോക്കണ്ട. ലൈഫും കാര്യങ്ങളും ഒത്തിരിയുണ്ട്. ഓക്കെ, സെറ്റ്. ഞാൻ പ്രോയാന്ന് വെച്ച് അടിക്കൂ. ആകെ ലെതറിൻ്റെ ഒരു ഹെൽമെറ്റ് മാത്രമുണ്ട്. നിങ്ങൾക്ക് മേളിൽ കാണാതിരിക്കും. താഴെ അയൺ റെഡ് സ്റ്റോൺ നമുക്ക് കത്തിച്ച് ഇതെന്നാ വാഴിക്കുക. റെഡ് സ്റ്റോൺ നമുക്ക് കത്തിക്കാം ഗൈസ്. ഇത് പൊട്ടിക്കണ്ടല്ലേ? ഈ കത്തി ഗൈസ്. ഇത് പൊട്ടിക്കണ്ട. വേണ്ട, പോയി കഴിഞ്ഞാൽ ഗൈസ് റെഡ് സ്റ്റോൺ നമുക്ക് പോകുന്നതായിരിക്കും കത്തിച്ചേക്കാം. അതാണെങ്കിൽ പിന്നെ നമുക്ക് വെട്ടവും കാര്യങ്ങളും കിട്ടും. ഇതെന്നാ കൈ കിട്ടാത്തെ? പറക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല. ഇത് പറക്കുന്ന എന്നായാലും നമ്മൾ കാര്യമാക്കുന്നില്ല. ഓക്കെ, ഭയങ്കര ഇരുട്ടും കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് തീരുമാനം നമുക്കൊന്ന് എന്നാന്ന് അറിയത്തില്ല. ഭയങ്കര ലാഗ്, ഒടുക്കത്തെ ലാഗ് കാരണം ഞാനിപ്പം ചത്തുപോലോ. കണ്ടോ, വെട്ടിട്ടും കയ്യിലോട്ട് കയറുന്നില്ല ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. 20 ടോർച്ചും കാര്യം നമ്മുടെ കൈമേലുണ്ട്. ഓൾറെഡി നമുക്ക് 20 ടോർച്ചുണ്ട്. ഇതുണ്ടായി തലയിലൊരു ഹെൽമെറ്റ് മാത്രമേ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും?
താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരുമാതിരി വലിയൊരു കേവ് കാര്യങ്ങളാണ്. താഴോട്ട് കണ്ടില്ലേ, ചിമിട്ടൻ അമിട്ടൻ കേവാണ്. ഈ സയണും കാര്യങ്ങളും ഞാൻ കണ്ടത് കൂടെ പൊട്ടിച്ചെടുക്കാം നമുക്ക്. മേളിൽ പോയി ഇങ്ങനെ എൻ്റെ ഒരു വിശ്വാസം വെച്ച് താഴെ ആരും കാണരുതെന്നാണ് എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും. ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം, ഒരു മിനിറ്റ്. അല്ല, പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൊണ്ടാണ് ഈ പൊട്ടുന്നത്. പൊട്ടിയേ അടാ തിന്ന വഴക്കാണ്. എൻ്റെ ദൈവമേ, എന്നാ പറ്റിയോ ഗൈസ്? എന്നാ പിന്നെയെന്ന് പറഞ്ഞാൽ ഗൈസ് അവിടെ എന്തോ ഗൈസ് നിങ്ങളവിടെ നമുക്കങ്ങനെ ഡയമണ്ടും കാര്യങ്ങളും ഞാൻ ഇവിടെ കണ്ട് ഗൈസ്. ഇതേണ്ട ഗൈസ് ഡയമണ്ട് ഗൈസ് കണ്ടോ ഗൈസ്, 2 ഡയമണ്ടും കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ വേണ്ട ഇറങ്ങി വന്നൊരിക്കൽ ഞാൻ കണ്ടതാണ്, പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഗൈസ്. നിങ്ങൾക്കത് മനസ്സിലായി ഇത് എവിടെയാണ് നിങ്ങൾക്ക്? അയ്യോ എന്നെ വരക്കേടാ. ആരാ എന്നെ വെട്ടാൻ ധൈര്യമുള്ളവരാടാ? അവിടെ കൊച്ചു സോമ്പിയോ? ഇങ്ങനെ ഇവനെ പറക്കുന്നേ? എടാ ഇവൻ എന്നാടാ കാണിക്കുന്നത്? എടാ പോയേടാ. എടാ ഞാൻ ചാവൂ. എടാ സോംബികളെല്ലാം വരുന്നടാ, എടാ ചത്ത് എടാ നാശം പിടിക്കാൻ വേണ്ടി. എടാ പോയേടാ. നമുക്ക് മട്ടനും കാര്യങ്ങളും കഴിക്കാം. ഇവരെന്നാലും വെറുതെ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ ലൈഫും കാര്യങ്ങളും കയറട്ടെ. വയസ്സ് വെളിയിലെല്ലാം കുറ്റകൃത്യം ചെയ്യുന്ന സോംബികളും. എന്നാ എടാ ഉണക്ക നത്തൂലേ ആ പരട്ടം നമ്മളെ കൊന്നു ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മൾ കണ്ടോ ഗൈസ്, ഇവിടെയൊക്കെ 1-2 ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. നമുക്കപ്പോഴത്തേന് 3-4-5-6 ഡയമണ്ടും കാര്യങ്ങളും കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നല്ല നാശം പിടിച്ചമ്മ ഇറങ്ങി വരുന്നുണ്ട്. വെട്ടുവേ കോടാലി ഉണ്ടേ വെട്ടുവേ. ഇപ്പോൾ ഞാൻ പ്രോയാണ് ഗൈസ്. 3 ഡയമണ്ടും 13 അയണും കിട്ടി ഗൈസ്. യെസ് ഗൈസ്. എന്നാ ഒരു പരട്ട ക്രീപ്പർ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിനി എന്ത് ചെയ്യും? പൊട്ടിപ്പട്ടി ഗൈസ്, പൊട്ടി തെറിച്ചിട്ടുണ്ട്. ഓക്കെ ബൈ. ഇവിടെ നല്ല വെട്ടവും കാര്യങ്ങളും ലാവ ആയതുകൊണ്ടാണ് തോന്നുന്നു. ലാവ നമുക്ക് കോരിക്കൊണ്ട് പോയാലും. അയ്യോ സോംബി കുട്ട, ഇതിനും പറക്കുന്ന സോംബി. പിന്നെ ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല സപ്പോർട്ട് വേണം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിനൊന്നും വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. എപ്പിസോഡ് 1 മാത്രം കുറച്ച്. അയ്യോ വരുമ്പം തന്നെ നാളെ ആവും ഗൈസ്. ഇതിന്നാ ഇങ്ങനെയൊക്കെ വരുന്നത്? ഇവിടെ ഈ എന്നതാടാ എന്നാ പറ്റില്ല? സാധാരണ ഇങ്ങനെ അല്ലല്ലോ ഇമാര് വരേണ്ടത്. എന്നല്ലാകാണ് വഴയ്ക്ക. ഓടി വരുമോ? ഇവൻ വരുമ്പോൾ തന്നെ ഞാൻ പ്രായം വെച്ച് മുടി നരച്ചിരിക്കും. ഞാൻ അങ്ങോട്ട് വരാം. സോഡ് വാൾ അങ്ങനെ നമ്മൾ കൊന്ന് ഗൈസ്. എന്നതാ ഗൈസ്, ഇതുവഴിയൊന്നും ഇല്ലേ? കുറച്ച് അയണും കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്നെ വരാം, കാരണം ഇത് ഒത്തിരി അടിയിലല്ല, ഇത് കുറച്ച് നമ്മുടെ മേളിൽ തന്നെയാണ്, നമ്മൾ വെള്ളം വെച്ച സ്ഥലത്ത് തന്നെയാണ്. അപ്പം ഗൈസ് നമുക്ക് അവിടെ എന്തൊക്കെയോ ഈ ആൺപൊട്ടി ഗൈസ്, ഇത് വലിയ സീനില്ല. അതുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അരമണിക്കൂർ ആയിട്ടാണ് പറക്കുന്നത് ഗൈസ്. അയ്യോ എൻ്റെ ദൈവമേ, എന്നാ പറ്റിയോ ഗൈസ്? ഇവിടെ താഴെ എന്തൊക്കെയോ എനിക്കുള്ള പോലെ തോന്നുന്നു ഗൈസ്. കണ്ടോ ഇതാരോ തടി വെച്ച് ഇതൊക്കെ ഗൈസ്. ഇപ്പം എനിക്ക് ഇങ്ങോട്ട് വരാൻ മൂടില്ല ഗൈസ്. ഇപ്പം നമുക്ക് ചുമ്മാ വേണേൽ പോയി നോക്കിയിട്ട് വേണേൽ വരാം. ആരെല്ലാം ഉണ്ടോ പുറകിൽ? ഇത് എനിക്ക് ആകെ ഇച്ചിരി ലൈഫും കാര്യം. ഡയമണ്ട് ഗൈസ്. നമുക്ക് ഓൾറെഡി നമുക്ക് ഡയമണ്ടും കാര്യങ്ങളും കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതെന്നാ സ്ഥലം ഗൈസ്? കമൻറ്റ് ചെയ്യണം ഗൈസ്, ഇതെനിക്ക് അറിയത്തില്ല സൈസ് ഇതെന്നാ സ്ഥലം.
ഇവിടെ എന്നേലും ഉണ്ടോ സാർ? അയ്യാ തരച്ചടിച്ചെത്ത ഇത് എൻ്റെ എന്തോ പൊട്ടിപ്പോടാ. ഗോൾഡേ നമുക്കൊരു ഗോൾഡും കിട്ടി. ഓടിയേക്കാം. ഇവന്മാരുടെ ഒക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വ്യക്തിഗത സ്വഭാവം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവന്മാരെ ഇഷ്ടമില്ല. അടുത്ത ചുക്കിലി വലയോ ഇതുവഴിയൊന്നും ഞാൻ പോകുന്നില്ല. തൽക്കാലം നമുക്ക് ഇതുവഴിയല്ല നമുക്ക് ഇതുവഴിയൊക്കെ എസ്കേപ്പ് ആയി. നമുക്ക് ഇതുവഴിയിലൊക്കെ ഈ ഭൂമി ഉരുണ്ടല്ലേ. ഇതെന്നെ ഭൂമി ഉരുണ്ടെന്ന് പറഞ്ഞാൽ ഈ നാശങ്ങൾ ഞാൻ വെറുതെ വിടുന്നില്ല. ജസ്റ്റോ പണ്ടാര എന്നാണ് സംഭവിച്ചത്? എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഐസ്. വിഷമിക്കേണ്ട ഐസ്. ഞാൻ ഇവിടെ നിന്നൊരു പ്രോ തന്നെ ആയതുകൊണ്ട് താട്ടൊക്കെ ഇത്തിരി ഉണ്ട് ഐസ്. ഈ കേവിനകത്ത് നിന്നൊന്ന് ഞാൻ മടുത്ത് ഒരു വെറൈറ്റി ആയിട്ട് എനിക്കൊരു അഡ്വഞ്ചർ തോന്നില്ലല്ലോ. ആരെയൊക്കെ ഒന്ന് വന്നേ എന്നെ കൊല്ലാനും പിടിക്കാനൊക്കെ. ചുമ്മാ നിങ്ങൾ കൊല്ലുന്നുമില്ല, ഒരു മടുപ്പ്. അയ്യോ സാധനം വന്നല്ലോ. അവിടേക്ക് വഴി എങ്ങനെ കൂടാ? സൂക്ഷ്മതയോടെ പോയില്ലെങ്കിൽ നമ്മൾ കാര്യം കണ്ടപ്പോയും ഓക്കെ. അയ്യോ 18-ാം പടിയോ? വെള്ളം കണ്ടുപിടിച്ച് കഴിച്ച് നമ്മൾ റെഡ് സ്റ്റോൺ കാര്യങ്ങൾ നമുക്ക് പിന്നെ വന്നെടുക്കാൻ കഴിച്ചു. എനിക്കിപ്പം ഭയങ്കര മടിയാണ് റെഡ് സ്റ്റോൺ ഒക്കെ വാങ്ങിച്ചു. ഭയങ്കര മടി. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും സെറ്റാക്കി തരാം. ക്രീപ്പർ തുള്ളി കളിക്കണം. ഒരു ഞാൻ ക്രീപ്പറാണ് നീ പൊട്ടലേ പൊട്ടി. ഈ പൊട്ടനെ കൺട്രോളും ചെയ്യാറിയിട്ടില്ല. എടാ ഇവനെ വെറുപ്പിയിലടാ. നീ ഒന്ന് പോയടാ പൊട്ടിയൊക്കെ. ഇവിടെ ഒന്നും ഇല്ലേ? ഡയമണ്ട് ഉണ്ടോ? ഗൈസ് ഇവിടെ ഡയമണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് തിരിച്ച് തന്നെ മേലോട്ട് തന്നെ കയറി പോകണമെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെയൊക്കെ ചെറിയ കുഴിക്കകത്ത് പോയി ചത്തേനെ. 2 സ്കെലിട്ടനാണെന്ന് തോന്നുന്നല്ലോ. അവിടെ ഈ രക്ഷയിടാൻ പറ്റുമോ? ഇല്ല. അയ്യോ പറ്റത്തില്ല. എടാ പണ്ടാരങ്ങൾ പക്ഷേ ചെറുതായിട്ടൊക്കെ എസ്കേപ്പ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു, ഒരൊറ്റ പോക്കങ്ങ് പോയാൽ മതിയായിരുന്നു. ഗൈസ് സ്കെലിട്ടൻ നമ്മളിന്ന് കൊല്ലുമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഗൈസ് എന്നാ കോൾ സ്റ്റോൺ വെച്ച് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവന്മാർ ഭയങ്കര വെറുപ്പീരാണ്. അയ്യോ ഇരി നമുക്കപ്പോൾ തന്നെ അതെല്ലാം എടുത്തോണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങിയിട്ടൊന്ന് എഴുന്നേക്കാം ഗൈസ്. എന്നാ സോംബി വെറുതെ അവൻ്റെ നടി മേടിച്ച് കൂട്ടി ഗൈസ്. നമുക്ക് നമുക്കിനി ഇവന്മാരുടെയൊക്കെ ഇതായത് നമ്മുടെ സ്വന്തം വില്ലേജറിൻ്റെ ഒക്കെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. എന്നാ ഒന്നും കാണാനൊന്നും സാധ്യത ഇല്ലായിരിക്കും. അപ്പം ഗൈസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ ബൈ.